എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടതിൽ എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ ആദ്യത്തെ സിനിമ മണിച്ചിത്രത്താഴാണ്. അന്ന് ഫുൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പോയി തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അതിനു മുമ്പും സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഓർമ്മയിൽ പതിഞ്ഞ സിനിമ മണിച്ചിത്രത്താഴാണ്. പിന്നെ അതിന് ശേഷമാണെങ്കിലും എൻ്റെ വീട്ടിൽ എന്നും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പപ്പയും ഞാനും എൻ്റെ അനിയത്തിയും എല്ലാം സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ മണിച്ചിത്രത്താഴിലെ ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് സംസാരിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് മൂവി മണിച്ചിത്രത്താഴ് തന്നെയാണ്. അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആമേനാണ്. കാര്യം എൻ്റെ സ്വഭാവമായി ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് മറിയാമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതിനകത്ത് ഞാൻ അഭിനയിക്കുകയല്ലായിരുന്നു, ഞാനായിട്ടാണ് നിന്നത് ആമേനിൽ. അപ്പോൾ ആ മറിയാമ്മയാണ് എനിക്ക് ഏറ്റവും റിലേറ്റബിൾ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ആമേനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മങ്കിപ്പനാണ്. അത് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ സിനിമ അതായതുകൊണ്ടായിരിക്കും. ഈ മാത്സ് പ്രോബ്ലം അത് ചെയ്യാൻ ഇപ്പോൾ എപ്പോഴും കുഞ്ഞിലെയൊക്കെ പണ്ട് ഞാൻ ഗന്ധർവൻ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചിരിക്കുന്നു ഒരു ഗന്ധർവനെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ വന്ന് എക്സാമൊക്കെ എഴുതാനായിട്ടൊക്കെ അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്നൊക്കെ എനിക്ക് തുടക്കത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ ചെയ്യാൻ തുടങ്ങിയ സമയത്ത്. അപ്പം അങ്ങനെ വന്നൊരു സിനിമയാണ് മങ്കിപ്പൻ. അപ്പം ഈ ഞാൻ ഗന്ധർവനും മങ്കിപ്പനുമായിട്ട് ഒന്ന് ഇച്ചിരി വലിയ ആൾക്കാരുടെ കഥയും മങ്കിപ്പൻ കുഞ്ഞു കുട്ടികളുടെ കഥയുമാണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. കഥയുടെ സ്ട്രക്ചറെല്ലാം സെയിം ആണ്. അപ്പം അതുകൊണ്ട് തന്നെ മങ്കിപ്പനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ. എൻ്റെ ഏറ്റവും ഫേവററ്റ് നടൻ എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ്. അതിന് കാരണം ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ആണുങ്ങളിലും ഒരു ലാലേട്ടൻ ഇൻഫ്ലുവൻസ് ഉണ്ട് ഭയങ്കരമായിട്ട്. ലാലേട്ടൻ ചെയ്ത ക്യാരക്ടേഴ്സിൻ്റെ ആണെങ്കിലും അങ്ങനെ ലാലേട്ടൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ ചെയ്തിട്ടുള്ള പഴയ സിനിമകളും ഒക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സിനിമകളാണ് കിലുക്കം, താളവട്ടം പോലുള്ള സിനിമകൾ. അപ്പോൾ ലാലേട്ടൻ തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആക്ടർ. ഏറ്റവും ഇഷ്ടപ്പെട്ട നടി ഉർവശി ചേച്ചിയാണ്. അപ്പോൾ ഉർവശി ചേച്ചി പല ക്യാരക്ടേഴ്സും ഭയങ്കര ബ്യൂട്ടിഫുള്ളി ചെയ്തേക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കളിപ്പാട്ടത്തിനകത്ത് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത അതേ ആൾ തന്നെ ഭരതത്തിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റോള് ചെയ്യും. അങ്ങനെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഹ്യൂമർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു നടി വേറെ ഇല്ല. ഹ്യൂമറും ഇമോഷണൽ സീൻസും എല്ലാം ഏത് ടൈപ്പ് ക്യാരക്ടർ കൊടുത്താലും അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു ആക്ട്രസ്സാണ് ഉർവശി ചേച്ചി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉർവശി ചേച്ചിനെയാണ്. പക്ഷേ ഇപ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സായി പല്ലവിയാണ്. സായി പല്ലവീനെ കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സായി പല്ലവിയുടെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോഴത്തെ പേഴ്സണൽ ഫേവറേറ്റ് സായി പല്ലവിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആലാപനാണ്. പക്ഷെ അത് ഇപ്പം ഔട്ട്ഡേറ്റഡ് ആയി. എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുമെങ്കിലും എനിക്ക് കുഞ്ഞിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു എൻ്റെ സൂര്യപുത്രിക്ക് എന്ന് പറഞ്ഞ സിനിമയിലെ ആലാപനം എന്ന് പറഞ്ഞ പാട്ട്. എന്താണ് ആ പാട്ടിനോട് ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പാട്ടുകാർ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം എനിക്ക് ആലാപനം ഒന്ന് പാടിത്തരാമോ എന്ന് ചോദിച്ച് ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഇങ്ങനെ എപ്പോഴും കേൾക്കുമായിരുന്നു ആലാപനം പാട്ട്. അത് കഴിഞ്ഞ് ഒത്തിരി പാട്ടുകൾ എനിക്കിപ്പം മലരെ എന്ന് പറയുന്ന പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അങ്ങനെ ഒത്തിരി പാട്ടുകൾ ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. എന്നാലും ഈ കുഞ്ഞിലെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ആലാപനമായതുകൊണ്ട് ഇപ്പം ഞാൻ ആലാപനമാണ് പറയുന്നത്. അത് എനിക്ക് ആട് സിനിമയിലെ എൻ്റെ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആട് സിനിമയിൽ ഞാൻ ഉടുത്തിരുന്ന സാരി അത് എൻ്റെ തന്നെ സാരിയായിരുന്നു. അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ആമേൻ സിനിമയിലെ ഒരു കവണി ഉണ്ടായിരുന്നു, ചട്ടയും മുണ്ടിൻ്റെ മുകളിലിട്ടിരുന്ന ഒരു കവണി. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും അത് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രൊഡക്ഷൻ തന്നെയാണ്, പ്രൊഡ്യൂസറായിട്ടിരിക്കാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഏറ്റവും സുഖമുള്ള ജോലി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആക്ടറാണ്. എല്ലാവരും ഒരു ആക്ടറിൻ്റെ കീഴിലാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും, ഒരു സിനിമ മൊത്തം. അപ്പം എന്ത് ചോദിച്ചാലും അതിനെല്ലാം ആൾക്കാർ വരുന്നു, ചെരുപ്പ് വരെ ഇട്ട് തരാൻ ആൾക്കാർ, എല്ലാത്തിനും ആൾക്കാർ. ഇവരുടെ ഒരു ആക്ടേഴ്സിൻ്റെ ഒരു മൂഡ് അനുസരിച്ചാണ് അന്നത്തെ സെറ്റ് പോകുന്നത് തന്നെ. അപ്പം ഏറ്റവും സുഖമുള്ള പണി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആക്ടർ ആണെങ്കിലും
എനിക്ക് ഏറ്റവും പേഴ്സണൽ സന്തോഷം തരുന്നത് പ്രൊഡക്ഷനാണ്. പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ ഫ്രൈഡേയിൽ അങ്ങനെ ഒരു ക്യാരക്ടറിനോട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലിറ്റിൽ ഹാർട്ട്സ് സിനിമയിലെ ബേബി എന്ന് പറയുന്ന ക്യാരക്ടർ, ബാബു ചേട്ടൻ ചെയ്തേക്കുന്ന ക്യാരക്ടർ. അതിൻ്റെ കാരണം ഇതിനകത്തെ ബേബിയും സിബിയും അച്ഛനും മകനുമാണ്. അവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് അവരുടെ. അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ പപ്പയും. അപ്പോൾ എൻ്റെയും എൻ്റെ പപ്പയുടെയും ക്യാരക്ടറുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് ഈ സിബിക്കും ബേബിക്കും. അതുകൊണ്ട് തന്നെ ബേബി എന്ന് പറയുന്ന ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.